മാടായി പെരുമ പുസ്തകം പ്രകാശനം ചെയ്തു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മദാർ അബ്ദുൾ ഷുക്കൂർ എഴുതിയ മാടായി പെരുമ ചരിത്ര പുസ്തകം പഴയങ്ങാടി MECA സ്കൂളിൽ നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിതകുമാരി, ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദിന് നൽകി പ്രകാശനം ചെയ്തു. മാടായി പെരുമ എന്ന പുസ്തകം മാടായിയുടെ ചരിത്രവും ജീവിതവും സമന്വയിപ്പിച്ച രേഖയാണെന്ന് അവർ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഒരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം നമ്മളെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മാടായി ചരിത്രങ്ങളിലുടനീളം തന്നെ സ്ഥാനം പിടിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും ഈ മാടായിയുടെ ചരിത്രം ഇന്നുള്ള കുട്ടികൾക്ക് പോലും ഗവേഷണത്തിന് ഉതകാവുന്ന രൂപത്തിൽ ഒരു അക്ഷയഗരിയായിട്ട് തന്നെയാണ് ഇന്നും നമ്മുടെ മാടായി പാറയും മാടായി ദേശവും വിലയിരുത്തുന്നത്. കാരണം നമ്മുടെ മലബാറിന്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ മാടായിക്കുണ്ട്. പരിപാടി മാടായി കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൈനിമോൾ KV ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം SKP സക്കരിയ ചടങ്ങിൽ അധ്യക്ഷനായി. പിലാത്ര സെന്റ് ജോസഫ് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുഭാഷ് ജോൺ പുസ്തക പരിചയം നടത്തി. അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ അടുത്തില, PV അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ നൌഷിബ, A. സജിന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. B. മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും ഗ്രന്ഥകർത്താവ് മദാർ അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു. PP സഫീർ അഹമ്മദ് മൈത്രിഗാനം ആലപിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.